നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള അപ്പ റെസിപ്പി ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നത് നല്ല ഫീഡ്ബാക്കും പറഞ്ഞിട്ടുള്ള റൈറ്റാണ്. അതുപോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ട് അരികൊക്കെ മൊരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്തിട്ട് ആദ്യം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് 1.5 കപ്പ് ചേർത്തും മൊത്തത്തിൽ ഒരു 1.25 കപ്പ് വെള്ളമായിട്ട് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. അരിപ്പൊടിക്കനുസരിച്ച് മാറ്റം വരും. വറുത്ത അരിപ്പൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഇളം ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ 1 മണിക്കൂർ വെക്കുമ്പോൾ ഇത് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസമൊക്കെയാണ് ചുടുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുടുവെള്ളത്തിൻ്റെ മുകളിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ഈ പാലപ്പം ചുട്ടെടുക്കുന്നത് ഇന്ത്യയിലെ നമ്പർ 1 ട്രഡീഷണൽ കുക്ക്വെയർ കമ്പനി ആയിട്ടുള്ള റോഷ് കുക്ക്വെയറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബ്രോൺസിൻ്റെ ഈ ഒരു അപ്പച്ചട്ടിയിലാട്ടോ. ഇപ്പോൾ എൻ്റെ കിച്ചണിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് കാലങ്ങളോളം യൂസ് ചെയ്യാൻ, പാരമ്പര്യമായിട്ട് കൈമാറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ലിക്വിഡ് യൂസ് ചെയ്തിട്ട് സോഫ്റ്റ് സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിലൊന്ന് ആക്കിയിട്ട് ഒരു സവാള, ചെറിയൊരു സവാളയുടെ പകുതി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എല്ലാ ഭാഗത്തും ആ സവാള എത്തുന്ന രീതിയിൽ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് തുടച്ച് കൊടുത്തതിന് ശേഷം ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാറ്റർ ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്താൽ അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് മൊരിഞ്ഞ പാലപ്പം കിട്ടും. ഇതിന് നല്ലൊരു ലിഡും വരുന്നുണ്ട്. വുഡൻ ഹാൻഡിലായതുകൊണ്ട് തന്നെ ചുറ്റിച്ച് കൊടുക്കാനൊക്കെ ഈസി ആട്ടോ. കൈയൊന്നും ചൂടാവാതെ തന്നെ അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പച്ചട്ടിയുടെ ലിങ്ക് വേണ്ടവർ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.